ഈ പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവർഷത്തെ വരവേൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ? റഷ്യയിലുമുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ചില ആഘോഷങ്ങൾ. ശൈത്യകാലത്തോട് വിട പറഞ്ഞ് വസന്തകാലത്തെ അവർ വരവേൽക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ കത്തി അമരുന്നത് ഒരു പുതിയ വസന്തത്തിനുള്ള തുടക്കമാണ്. വിറങ്ങലിക്കുന്ന ശൈത്യകാലം വിടവാങ്ങുകയാണ്. പ്രതീക്ഷയുടെ വസന്തത്തിന് വഴിമാറി. റഷ്യയിലെ ഗോത്രവിഭാഗത്തിന്റെ മസ്ലനിറ്റ്സ ആഘോഷത്തിലേതാണ് ഈ വ്യത്യസ്തമായ കാഴ്ച. റഷ്യയിലെ കലൂഗ മേഖലയിലെ നിക്കോള ലെനിവെസ്റ്റ് ആർട്ട് പാർക്കിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. എല്ലാ വർഷവും തടികൾ കൊണ്ട് നിർമ്മിച്ച രൂപങ്ങൾ ഇങ്ങനെ കത്തിക്കും. ഇത്തവണ പർവ്വതത്തിന്റെ രൂപത്തിലാണ് പ്രതിമയൊരുക്കിയത്. പ്രകൃതിയാണ് പ്രചോദനമെന്ന് ശില്പിയുടെ വാക്കുകൾ. പരമ്പരാഗത ക്രിസ്ത്യൻ ആചാരങ്ങൾ അനുസരിച്ചാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. റഷ്യയ്ക്ക് പുറമെ ബെലൂറസിലും യുക്രൈനിലുമെല്ലാം ഇത്തരത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ കാലത്തിന്റെ ദുഃഖങ്ങൾ മറക്കാൻ, പുതിയ നാളെയെ പ്രതീക്ഷയോടെ വരവേൽക്കാൻ. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. അശ്വജിത്തിന്റെ ഒപ്പം ഗുഡ് മോർണിംഗ് അശ്വജിത്ത്. ഈ ശില്പമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാവും. ആഘോഷത്തിൻ്റെ ഭാഗമാണെങ്കിലും ആ തടി ശില്പം ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ കത്തിക്കുന്നതിന് മുമ്പ് എന്നൊരാശങ്കയിലും ഒരു ചെറിയ സങ്കടത്തിലുമാണ് ഞാൻ ഈ നിൽക്കുന്നത്. മോത്തി, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉയരം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഓരോ നാട്ടിലും ഓരോരോ ആഘോഷങ്ങളുണ്ട്. അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ സംസ്കാരവും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിലായിരിക്കുമല്ലോ ആഘോഷങ്ങളൊക്കെ കാലാകാലങ്ങളായി കൈമാറി വന്നിട്ടുണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഈ റഷ്യയിലെ ഈ ആഘോഷവും. ഏതായാലും നമ്മളെ ആ ആഘോഷങ്ങളിലേക്ക് ആകർഷിക്കുന്നതല്ല, അതിലെ കാഴ്ചകളാണ്, അല്ലെങ്കിൽ അത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ കാഴ്ചയിലെ ഒരു മനോഹാരിത തന്നെയാണ് നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇതുപോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പാപ്പാനിയെ കത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വ്യക്തിപരമായി കൊച്ചിയിൽ പോയി അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. മോത്തി പോയി കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല അശ്വത്തെ. ഞാനും എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ അത് ഈ നല്ല തിരക്കിനിടയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏർപ്പാടാണ് അവിടെ പോയി കാണുക എന്നുള്ളത് കൊണ്ടും ലേശം അപകടം പിടിച്ചതാണെന്നുള്ളത് കൊണ്ടും അതിനൊരു ധൈര്യം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ദൃശ്യങ്ങൾ, റഷ്യയിലെ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വ്യക്തിപരമായി തോന്നിയത് അടുത്ത തവണ, അതായത് 2025 ആഘോഷത്തിൽ തീർച്ചയായും പോയി കൊച്ചിയിൽ അത് കാണണമെന്നാണ്. ഏതായാലും അത് ഉദ്ദേശിക്കുന്നുമുണ്ട്. നടക്കട്ടെ അശ്വത്തെ. പിന്നെന്താ, നമുക്ക് ഒരുമിച്ച് തന്നെ പോയി കളയാം. ശരി അശ്വത്തെ.